ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. കനത്ത മഴയിൽ പാലയൂർ അങ്ങാടിത്താഴം മേഖല വെള്ളത്തിൽ മുങ്ങി. പ്രദേശത്തെ 20ഓളം വീടുകൾ വെള്ളക്കെട്ടിലായി. വലിയ തോട് കരകവിഞ്ഞൊഴുകി. അങ്ങാടിത്താഴം ഖബർസ്ഥാൻ റോഡും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. നിർമ്മാണ വസ്തുക്കൾ വിൽക്കുന്ന യാർഡ് നിൽക്കുന്നതിനാൽ എടപ്പള്ളി അങ്ങാടിത്താഴം നോർത്ത് പാലയൂർ വഴി ഒഴുകിയെത്തിയിരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച അവസ്ഥയിലായിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കാനകൾ വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. വർഷക്കാല ശുചീകരണ ഭാഗമായിട്ട് ഈ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ കാനകൾ വൃത്തിയാക്കേണ്ട ഒരു ചുമതല ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ചാവക്കാട് മുനിസിപ്പാലിറ്റിക്കും ഉണ്ട്. ഇത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗം നിൽക്കുന്ന ഭാഗമാണ്. അവിടെ കാനകൾ വൃത്തിയാക്കാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള കാരണം. ഇപ്പോൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ തന്നെ 12ാം വാർഡിൻ്റെ അതിർത്തിയിൽ തന്നെ മണ്ണ് കൂട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ 12ാം വാർഡിൽ തന്നെ. അതുകൊണ്ട് അതെല്ലാം വൃത്തിയാക്കാൻ എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് സജ്ജീകരണവുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യണമെന്നാണ് നാട്ടുകാരായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ചാവക്കാട് മഹല്ല് ജുമാഅത്ത് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലത്തെത്തി വെള്ളം വലിയ തോടിലേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള സംവിധാനം ഒരുക്കി. യാർഡിന് മുന്നിൽ കെട്ടിക്കിടന്നിരുന്ന വെള്ളം കാനയിലേക്ക് ഒഴുകിപ്പോകുന്നതിനായി കോൺക്രീറ്റ് സ്ലാബ് പൊളിക്കാൻ യാർഡ് തൊഴിലാളികളോട് ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ സ്ലാബ് പൊളിക്കാൻ തയ്യാറായില്ല. ഇതോടെ നാട്ടുകാർ വിവരം ചാവക്കാട് തഹസിൽദാർ KP കിഷോർ കുമാറിനെ അറിയിച്ചു. തുടർന്ന് തഹസിൽദാർ സ്ഥലത്തെത്തി സ്ലാബ് നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഇതോടെ സ്ലാബ് പൊളിച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടു. ഇപ്പോൾ ഇന്ന് അങ്ങാടിത്താഴത്ത് രാവിലെ വളരെ പ്രയാസത്തിലാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ യാർഡിൻ്റെ അവിടെ അവർ സ്ലാബ് ഇട്ടിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തഹസിൽദാർ കിഷോർ സാർ വന്ന് അതിൽ ഇടപെട്ട് വളരെ ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ലാബ് പൊളിക്കുകയും അതിനുശേഷം കുറച്ച് വെള്ളത്തിന് കുറവ് വന്നിട്ടുണ്ട്, ഒഴുക്ക് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഉള്ളത് പല കാനകളും മറ്റുള്ളതും വൃത്തിയാക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം വെള്ളം വളരെ രൂക്ഷമായ രീതിയിലാണ് ഉള്ളത്. ഈ മഴ ഇതുപോലെ തുടരുകയാണെങ്കിൽ ഇവിടുത്തെ ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ വളരെ പ്രയാസത്തിലാവും. പള്ളി കമ്മിറ്റി ഭാരവാഹികളായ നൌഷാദ് അഹമ്മു, അനീഷ് പാലയൂർ, NK ഷംസുദ്ദീൻ, നൌഷാദ് നെടുപറമ്പിൽ, ഷജീർ, നാട്ടുകാരായ റഷീദ്, KM സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ.